സുഹൃത്തുക്കൾ, താനൂർ എന്ന് പറയുന്ന സ്ഥലത്ത് രണ്ട് പെൺകുട്ടികളെ കാണാതായിട്ട് 24 മണിക്കൂറിനുള്ളിൽ അവന്മാർ എവിടെയാണെന്നും അത് ഏത് സ്ഥലത്താണെന്നും ഏത് ട്രെയിനിലാണ് കയറിയെന്നോ എല്ലാം കണ്ടെത്തിയിട്ട് നമ്മൾ അവരൊക്കെ ഇപ്പൊ ഈ നാട്ടിലേക്ക് ഒരു പരിക്കുമില്ലാതെ ഇങ്ങോട്ട് എത്തിച്ചിട്ടുണ്ട്. ചില്ലറ പരിക്കുകൾ അവർക്ക് തന്നെ വരുത്തി വെച്ചിട്ടുണ്ട്. അവരെ നല്ല ചുരുണ്ട മുടി സ്ട്രൈറ്റൻ ചെയ്തിട്ടുണ്ട്. അവർ പിരുകം ഒരു ത്രെഡ് ചെയ്തിട്ടുണ്ട്. കുറെ ലിപ്സ്റ്റിക് ഒക്കെ ചുണ്ടത്ത് വാരി തെച്ചിട്ടുണ്ട്. എന്നല്ലാതെ മറ്റു പ്രശ്നങ്ങളൊന്നും ആ രണ്ട് പെൺകുട്ടികൾ സംഭവിച്ചിട്ടില്ല. കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണമോതിരങ്ങളുടെ വിറ്റ് പണം നേടിയിട്ടുണ്ട്. ഇങ്ങനെ ചില പ്രശ്നങ്ങളേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞു വെക്കുന്നത് 22-26 ദിവസമായിട്ട് ഒരു പെൺകുട്ടിയും ഒരു ചെറുപ്പക്കാരെന്ന് വിളിക്കുന്ന ഒരു മധ്യവയസ്കനെയും കാണാതായിട്ട് 22 ദിവസത്തോളം ആ നാട്ടിലത്തെ പോലീസ് എന്ത് ചെയ്തു എന്നുള്ളതാണ്. ഇനി അവിടെ കിടക്കട്ടെ, അവർ ചെയ്തോ ചെയ്തില്ലോ എന്നുള്ള കാര്യങ്ങൾ, അന്വേഷണം നടത്തിയുള്ള കാര്യങ്ങളെല്ലാം കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അടുത്ത ദിവസം തന്നെ ഇതുവരെ നടത്തിയ അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കോടതി അതിന്റെ തീരുമാനം എടുത്തു. നമ്മൾ എന്തായാലും അതിന് ജഡ്ജൊന്നല്ല. പക്ഷേ ഈ പെൺകുട്ടി കാണാതാവുന്നത് 10-26 ദിവസങ്ങൾക്ക് മുമ്പാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് കിട്ടിയ ആ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഇവർ രണ്ടുപേരും മരിച്ചിട്ട് ഏകദേശം 10-22 ദിവസം കഴിഞ്ഞു. ഒരു 22 ദിവസം കഴിഞ്ഞുവെങ്കിൽ ഇവർ ആ വീട്ടിൽ നിന്ന് പോയിട്ട് ഒന്നുകിൽ അതിന്റെ തൊട്ട് പിറ്റേ ദിവസം ഈ രണ്ടുപേരും ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവരാരോ കൊന്നിട്ടുണ്ട്. അവർ ആത്മഹത്യ ചെയ്തതാണെങ്കിൽ എന്തിന്? കാരണം എന്തിന് എന്നുള്ള ചോദ്യം ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് മാത്രമാണ്. ഇവർ ആത്മഹത്യ ചെയ്തതാണെങ്കിൽ എന്തിനായിരുന്നു ഇത്ര കഷ്ടപ്പെട്ട് ഒരു രാത്രിക്ക് രാത്രി ആ കിടക്കപ്പായലിന്റെ അനിയത്തിയുടെ ഒപ്പം കിടന്നിരുന്ന ആ പെൺകുട്ടിക്ക് എഴുന്നേറ്റ് പോകേണ്ട അവസ്ഥ എന്തായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്? അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ആ പെൺകുട്ടിക്ക് ശാരീരികമായിട്ട് സംഭവിച്ചിട്ടുണ്ടോ? ഒരുപക്ഷെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് അത്തരം വിവരങ്ങളെല്ലാം നമ്മൾക്ക് കിട്ടേണ്ടതാണ്. അങ്ങനെ അന്ന് രാത്രി ഇറങ്ങിപ്പോയത് 45ഓളം വയസ്സുള്ള ആ ഒരു ചങ്ങാതിയുടെ ഒപ്പമാണ്. ചങ്ങാതി എന്ന് വിളിക്കാൻ പാടില്ല, എത്ര നാറുകളാണ്, നായുടെ ഒപ്പമാണ്. എന്തായാലും ആ നാറിയുടെ ഒപ്പം അന്ന് പോയതിന് ശേഷം എന്താണ് അവർക്ക് സംഭവിച്ചത്? ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയെ കാണാതായിട്ട്, അപ്പോൾ കാണാതായി എന്ന് പറയുന്ന ആ ഒരു നിമിഷം തന്നെ അച്ഛൻ വിളിച്ചത് ഒരു ചങ്ങാതിയാണ്. അച്ഛൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, അയൽവാസി, 45 വയസ്സായ ഈ ഒരു മനുഷ്യൻ. ഈ മനുഷ്യൻ വിളിച്ചപ്പോൾ അയാളെയും കാണാനില്ല എന്ന് പറയുന്ന ഒരു വാർത്ത കേട്ട സമയത്താണ് ഇത് പരാതിയിലേക്കും പോലീസ് സ്റ്റേഷനിലേക്കും നീങ്ങുന്നത്. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത്, എൻ്റെ 15 വയസ്സുള്ള കൊച്ചുകുട്ടി മാത്രമല്ല, 45 വയസ്സുള്ള ആ ഒരു വിവാഹം കഴിയാത്ത പഹയനും കൂടിയാണ് പെൺകുട്ടി പോയിട്ടുള്ളത്. എങ്കിൽ എങ്ങോട്ട്? ഇവിടെ അപ്പോൾ ഒരുപക്ഷെ ആ രക്ഷിതാവിന് സംശയം ഉണ്ടായിരിക്കില്ല. കാരണം കൃത്യം 1 വർഷം മുമ്പ് ഈ ഒരു ചങ്ങാതിയുമായി ബന്ധപ്പെട്ട്, ഈ ഒരു വൃത്തികെട്ടവനുമായി ബന്ധപ്പെട്ട് ഈ പെൺകുട്ടിയുമായിട്ട് ചെറിയ അലിഗേഷൻസ് ഉണ്ടായിരുന്നു. പോക്സോ കേസ് നിലവിലുണ്ടായിരുന്നു. ആ പോക്സോ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ഈ വീട്ടുകാർ തന്നെയാണ്. കാരണം ഇത് ഞങ്ങൾ അയൽവാസിയാണെന്നും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഈ ചെറുപ്പക്കാരെന്ന് പറയുന്ന ഈ ചങ്ങാതിയും ഒപ്പം തന്നെ, എനിക്ക് ഇങ്ങനെ നല്ല വാക്കുകൾ മാത്രമാണ് വരുന്നത്. ഈ വൃത്തികെട്ടവനും ആ പെൺകുട്ടിയും തമ്മിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നും അവസാനം ആ പോക്സോ കേസൊക്കെ ഒഴിവാക്കിയതിന് ശേഷം അതുവരെയൊക്കെ അവർക്ക് ഒരു ഓട്ടോറിക്ഷ ഒക്കെ ഉണ്ടാവണം സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നത്. എത്ര ചെറുപ്പം മുതലായിരിക്കും ഈ 45 വയസ്സിലെ ഈ മനുഷ്യൻ ആ ഒരു പെൺകുട്ടിയെ കാണാൻ തുടങ്ങിയിട്ട്? എത്ര ചെറുപ്പം മുതലായിരിക്കും? കൊച്ചുകുട്ടിയാവുന്ന സമയത്ത് മുതലേ കാണാൻ തുടങ്ങിയായിരിക്കില്ലേ? സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നത് ഈ മനുഷ്യനാണ്, തിരിച്ചു കൊണ്ടുവരുന്ന ഈ മനുഷ്യനാണ്, അമ്പലങ്ങളിലേക്ക് പോകുന്നത് ഇയാളൊപ്പമാണ്. ഇനിയിപ്പോ ഇവന് അച്ഛനെന്തോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് ഇദ്ദേഹത്തിൻ്റെ ഒപ്പമാണ് പോയത്. അങ്ങനെ വീട്ടിലേക്ക് അടുക്കള വരെ കയറി വരാൻ സ്വാതന്ത്ര്യമുള്ള ഈ ഒരു ചങ്ങാതി, ഈ മനുഷ്യനോട് ഒപ്പമാണ് അവസാനം ഈ പെൺകുട്ടി ഒളിച്ചോടി പോയത്. അപ്പോഴും അച്ഛന് വിശ്വാസം അയാളെ മാത്രമായിരുന്നു. അച്ഛൻ ആദ്യം വിളിച്ചത് എൻ്റെ മകളെ കണ്ടു എന്ന് ആദ്യം വിളിച്ചത് ആ ഒരു നരാധമനെ, ആ വൃത്തികെട്ടവനെ. എന്തായാലും ആ ഒരു മരണസ്ഥലത്ത് നമുക്ക് കണ്ടെത്തിയ കാര്യങ്ങളെന്ന് പറയുന്നത്, ഒരു കാര്യം കൂടി പറയാൻ പോയി, ഇവർ തമ്മിൽ ചില ഇല്ലീഗൽ റിലേഷൻസ് ഉണ്ടെന്ന് നാട്ടുകാർക്ക് വലിയ സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഈ വീട്ടുകാർക്ക് ഒട്ടും സംശയം ഉണ്ടായിരുന്നില്ല. ഏറ്റവും അടുത്ത സ്നേഹമുള്ള അയൽവാസി എന്ന രീതിയിലായിരുന്നു കരുതുന്നത്. ഒരു പക്ഷേ അച്ഛൻ വിചാരിച്ചിട്ടുണ്ടായിരിക്കും 40-45 വയസ്സായില്ല ചങ്ങായിക്ക്, അപ്പൊ എന്തായാലും തൻ്റെ മകൾ ഈ 15 വയസ്സിൽ ചെറിയ കുട്ടിയുമായിട്ട് അങ്ങനത്തെ ബന്ധമൊന്നും ഉണ്ടാവില്ല എന്ന് ആ പാവ അച്ഛൻ വിചാരിച്ചിട്ടുണ്ടായിരിക്കും. നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല. എന്തൊക്കെയായാലും ഇതെല്ലാം കഴിഞ്ഞ് അവസാനം അവർക്ക് കാർ എടുത്ത സമയത്തും കാറിലായിരുന്നത്രേ ഈ പെൺകുട്ടിയെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചിരുന്നത്. പിന്നൊക്കെ എന്തിനാണ്? എന്തൊക്കെയായാലും അതെല്ലാം കഴിഞ്ഞ് അവസാനം ഇവര് മരണപ്പെട്ട സ്ഥലത്ത് നിന്ന് കിട്ടുന്നത് കയറിലാണ് തൂങ്ങിയിട്ടുള്ളത്. ഒരു കത്തിയുണ്ട്. ആ കത്തി എന്തിനാണ് ഉപയോഗിച്ചത്? ഒരുപക്ഷെ കയർ മുറിക്കാനായിരിക്കാം. ചോക്ലേറ്റ് ഉണ്ട്, അറിയില്ല.
എന്തായിരുന്നു കാര്യം എന്ന്. പിന്നീട് അവർ തൊട്ടടുത്ത് 2 മൊബൈൽ ഫോണുണ്ട്. ഒരു മൊബൈൽ ഫോണിന്റെ ചില്ല് ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട്, എങ്ങനെയൊന്നും ഒരു പിടുത്തമില്ല. പക്ഷേ മൊബൈൽ ഫോൺ മോഷണം പോയിട്ടില്ല, രണ്ടും ഒരേ രീതിയിൽ തന്നെ അട്ടിക്കട്ടിക്കുന്ന രീതിയിൽ ആ പുല്ലിൽ അവിടെ കാണാനുണ്ടാകും. ഏറ്റവും വലിയ അത്ഭുതം, ഈ മരിച്ചു കിടക്കുന്നത്, ആ തൂങ്ങി നിൽക്കുന്നത് ഈ ഒരു മരണപ്പെട്ട ഈ കുട്ടിയുടെ വീട്ടിൽ നിന്ന് വെറും 200 മീറ്റർ അകലെ മാത്രം. എന്നിട്ടും എന്തുകൊണ്ട് ഇവർക്ക് ആ മണമൊന്നും അറിഞ്ഞില്ല? ശരീരം ദ്രവിക്കുന്നതിന്റെ മണമൊന്നും ഇവർക്ക് എന്തുകൊണ്ട് കിട്ടിയില്ല? കൺഫ്യൂഷൻസ് ആണ്. ഇങ്ങനെ ഒരുപാട് സംശയങ്ങളിലൂടെയാണ് ഇപ്പോഴും അവർ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഒരുപക്ഷെ ഇത് കൊലപാതകമായിരിക്കാം. പെൺകുട്ടി ഒരുപക്ഷെ തന്നെ ഒഴിവാക്കുമെന്നോ മറ്റു ചിന്തയുടെ ഭാഗമായിട്ട് കൊന്നു കളഞ്ഞതിന് ശേഷം പിന്നീട് തനിക്ക് ഇനിയൊരു ജീവിതം ഉണ്ടാവില്ല, താൻ കൂടി പെട്ടു എന്ന് തിരിച്ചറിഞ്ഞ ശേഷമായിരിക്കണം ഒരുപക്ഷെ ഇവൻ ആത്മഹത്യ ചെയ്തുകൊണ്ടായിരിക്കാം. ഒന്നുകിൽ കുട്ടിയെ കൊന്നു കളഞ്ഞതായിരിക്കാം, അതിനുശേഷം ഇവൻ ആത്മഹത്യ ചെയ്ത് ആയിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ ഓട്ടോക്കാരനായിട്ടുള്ള, കാറുകാരനായിട്ടുള്ള, അയൽവാസിയായിട്ടുള്ള, വിശ്വസ്തനായിട്ടുള്ള ഒരു മനുഷ്യന്റെ അടുപ്പം കൊണ്ട് മാത്രം ഒരു പെൺകുഞ്ഞിന് ഒരു ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. നമ്മൾ മുമ്പിലേക്ക് തെളിയാൻ ഇനിയും ഒരുപാട് സംശയങ്ങൾ അങ്ങനെ മാറി നിൽക്കുന്നുണ്ട്. ആ സംശയങ്ങൾക്കെല്ലാം അതിന്റെ പരിപൂർണമായിട്ടുള്ള ഒരു റിപ്പോർട്ടോട് കൂടിയിട്ട് നമുക്ക് കിട്ടുമെന്ന് വിശ്വസിക്കാം. പറയാനുള്ള ഇത്ര മാത്രമാണ്, എത്ര നല്ല സുഹൃത്തുക്കളായാലും, എത്ര നല്ല ആളുകളായാലും സൂക്ഷ്മത വേണം. ചില പരാതികൾ കേൾക്കുമ്പോൾ അത് സത്യസന്ധമായിട്ടുള്ള പരാതികൾ തന്നെയാണെന്നുള്ളത് അന്വേഷിച്ചിരിക്കണം. വളരെ മോശമായ കാലം. ബൈ.